എല്ലാ പിതാക്കന്മാരും 49 പേര് ഒപ്പിട്ട് ഇറക്കിയ സർക്കുലർ എന്ന് പറയുന്നത് അതൊക്കെ വെറും ഒരു ഷോയാണ്. അതായത് 6 5 അന്ന് 6 പേരായി അല്ലെങ്കിൽ 5 പേരായിരുന്നു സഭയുടെ സീനഡിനെതിരായിട്ട് അവിടെ സംസാരിക്കുകയും, പക്ഷെ അവരതിനകത്ത് ഒപ്പിടുകയും പുറത്തിറങ്ങി പത്രസമ്മേളനം വിളിച്ച് സഭയെ വെല്ലുവിളിച്ച് 5 പേരായിരുന്നു. എങ്കിൽ ഇന്ന് അത് 7 പേരായിട്ടുണ്ട്. മനസ്സിലായി? ഈ 7 പേര് ചേർന്നാണ്, അതായത് നമ്മൾ വിശ്വാസികൾ പാവങ്ങൾ, ഈ പിതാക്കന്മാരുടെ ഉള്ളിൽ തന്നെ പല രീതികളിലുള്ള തട്ടുമുട്ടലുകളും വൈരാഗ്യങ്ങളും ഈഗോയും ഒക്കെ നിലനിൽക്കുകയാണ്. അത് പാവപ്പെട്ട വിശ്വാസികളുടെ തലയിലിട്ട് അടിക്കുകയാണ് അവന്മാര്. അവരാരും തന്നെ ഒരു കാര്യത്തിനും പങ്കെടുക്കില്ല. കാരണം ഈ 7 പേര് ഒതുങ്ങി നിൽക്കുകയാണ് സഭയിൽ നിന്ന്. അവർ തനിയെ സഭയുണ്ടാക്കി പോകാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്വന്തക്കാരനായ വല്യപ്പൻ്റെ മക്കളെയൊക്കെ കുടിച്ച് പിതാക്കന്മാരാക്കി സ്വത്ത് സമ്പാദിക്കാനോ ഒക്കെയാണ് അവരുടെ ആഗ്രഹങ്ങൾ. അവർക്കൊന്നും ആത്മീയതയില്ല. വിശ്വാസികൾക്ക് എന്ത് ചെയ്തു കൊടുക്കണമെന്നോ വിശ്വാസികളെ സമാധാനിപ്പിച്ച് സന്തോഷത്തിൽ കൊണ്ടു നടത്താനൊന്നും ഇവർക്ക് അറിയത്തില്ല. അതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാവരും ഒപ്പിട്ടേച്ചും എന്തുകൊണ്ട്? അപ്പം ഈ ഒപ്പിട്ട എന്തിനാണെന്നറിയാം? അതൊരു ഷോ. വിശ്വാസികളെ മനസ്സിലാക്കണം, ഞങ്ങളൊക്കെ ഒറ്റക്കെട്ടാണെന്ന്. ഈ ഷൈജു പറയുന്ന പോലെ ഞങ്ങളൊക്കെ ഒറ്റക്കെട്ടാണെന്ന് പറയുന്ന പോലെ പാവപ്പെട്ട നമ്മൾ മനസ്സിലാക്കണം. 49 പേര് ഒപ്പിട്ടു, അവരൊക്കെ ഒറ്റക്കെട്ടാണെന്ന്. അവരൊന്നും ഒരു ഒറ്റക്കെട്ടുമല്ല. ഈ 5 6 അന്ന് 5 പേരായിരുന്നു വെല്ലുവിളിച്ചെങ്കിൽ അത് 7 8 ആയി കാണും. അവരുടെ കൂടെ പിന്നെയും ചേരാണ്. ഞാൻ പറയുന്നത് അവരൊരു തനി സഭയുണ്ടാക്കി പൊയ്ക്കോട്ടെ എന്ന്. ഏകം ട്രസ്റ്റ് ജോയി കണ്ണമ്പുഴ ഉണ്ടാക്കിയപ്പോൾ അതിന്റെ പുറകിലുള്ള ഉദ്ദേശം ഇതായിരിക്കും. അവരത് തുറന്നു പറഞ്ഞ് എത്ര നേരത്തെ സഭ വിട്ട് പോട്ടെ എന്ന്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവർ പോകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അത്രേ ഉള്ളൂ ഇനി. കാരണം ഇവര് അതിന്റെ കൂട്ടത്തിൽ തട്ടിലും പൊക്കോട്ടെ. തട്ടിലും പാമ്പ്ലാനിയും ചേർന്നുണ്ട്. അപ്പം മൊത്തം 5 2 7 അന്ന് 5 പേരാണെങ്കിൽ അതിൻ്റെ കൂടെ ഇപ്പൊ 2 7. അവര് പൊക്കോട്ടെ. അവര് പോയി അവിടെ അവരുടെ പാത്രിയാർക്കീസോ അവന്റെ മറ്റ് നിലയിൽ എന്തൊക്കെ സ്ഥാനമാനങ്ങളാണ് അവരതെടുത്തോട്ടെ. തൊടിയും അംശവടിയും കുപ്പിയും തൊടയും കൊടയും ഒക്കെ പിടിച്ചുകൊണ്ട് നടന്നോട്ടെ അവര്. ഇനി ഇവരെ ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് വേണ്ട. ഇനി നമുക്ക് അനുകൂലമായിട്ടൊരു തീരുമാനം വന്നില്ല. ഒന്നെങ്കിൽ മൊത്തത്തിൽ എല്ലാ അതിരൂപതകളിലും അഭിമുഖം, അല്ലെങ്കിൽ എല്ലാ അതിരൂപതകളിലും ഏകീകൃത കുർബാന ക്രമം അനുസരിച്ച്, ആരാധന ക്രമം അനുസരിച്ചുള്ള പരിപാടികൾ. ഇത് രണ്ടിനും ഇടയിലാണ് ഇവന്മാർ കളിക്കണമെങ്കിൽ വിശ്വാസികൾ ഇനി നമ്മൾ വിട്ടുവിടരുത് ഇവന്മാരെ. അല്ല, CNAക്കാർ പണ്ട് ചാട്ടയെടുത്ത് കാണിച്ച പോലെ നമ്മളും ചാട്ടയെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. കാത്തിരുന്ന് കാണാൻ പ്രദേശം. ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് സഭയെ പരസ്യമായിട്ട് പത്രസമ്മേളനം വിളിച്ചുകൂട്ടി വെല്ലുവിളിച്ച ഇവന്മാരെയൊക്കെ ഇപ്പോഴും ചേർത്ത് പിടിച്ച് അതിൽ ചിലവരെയൊക്കെ ആർച്ച് ബിഷപ്പാക്കി. സാധാരണ ബിഷപ്പിൽ നിന്ന് ഒരു ആർച്ചുകൂടിയാണ് കൊടുത്തു. എന്തൊരു തെമ്മാടിത്തരം തമ്പുരാനെ. സഭയ്ക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നവനെയൊക്കെ സഭയിൽ നിന്ന് ഡിസ്മിസ് ചെയ്ത് കളയേണ്ടതിന് പകരം അവനെ ചേർത്ത് പിടിക്കുന്ന ഒരു സമൂഹമാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇതൊന്നും ചൊവ്വാവണ ലക്ഷണം കാണുന്നില്ല ബ്രദേഴ്സ്.